Good morning, children. Last class we had studied about three endocrine glands and their hormones and their functions. Isn't it? ഏതൊക്കെ ഹോർമോൺസും ഏതൊക്കെ എൻഡോക്രൈൻ ഗ്ലാൻഡാണ് നമ്മൾ പഠിച്ചത്? യെസ്, തൈമസ് ഗ്ലാൻഡ്, ദെൻ തൈമസ് ഗ്ലാൻഡ് ഹോർമോൺ തൈമോസിൻ, ദെൻ അഡ്രീനൽ ഗ്ലാൻഡ്. അഡ്രീനൽ ഗ്ലാൻഡിന് രണ്ട് പാർട്ടുണ്ട്, മെഡുല്ല ആൻഡ് കോർട്ടെക്സ്. മെഡുല്ലയുടെ ഹോർമോൺ എപ്പിനെഫ്രിൻ ആൻഡ് നോർ എപ്പിനെഫ്രിൻ. ദെൻ മെഡുല്ല കോർട്ടെക്സിൻ്റെ ഏതൊക്കെയാണ്? കോർട്ടിസോൾ, ആൽഡോസ്റ്റിറോൺ ആൻഡ് സെക്സ് ഹോർമോൺസ് അല്ലേ. Then pineal gland, which is a hormone produced by pineal gland, melatonin. ഇതൊക്കെ നന്നായിട്ട് പഠിച്ചുകൊള്ളുക. Then another endocrine gland is pituitary. പിറ്റ്യൂട്ടറിയിൽ നമ്മുടെ പൊസിഷൻ ഒന്ന് നോക്കൂ. പിറ്റ്യൂട്ടറി നമ്മൾ ബ്രെയിനൊക്കെ പഠിച്ചപ്പോൾ, ബ്രെയിനിൻ്റെ സ്ട്രക്ചറൊക്കെ പഠിച്ചപ്പോൾ വരയ്ക്കുകയൊക്കെ ചെയ്തു. വരച്ചപ്പോൾ നമ്മൾ ഹൈപ്പോ തലാമസിൻ്റെ തൊട്ട് താഴെ കാണുന്ന പാർട്ടാണ് ഏത്? പിറ്റ്യൂട്ടറി. ഈ പാർട്ട് ഹൈപ്പോ തലാമസിൻ്റെ തൊട്ട് താഴെ കാണുന്ന ഒരു സഞ്ചി പോലെ കാണുന്ന പാർട്ടാണ് പിറ്റ്യൂട്ടറി. അപ്പോൾ പിറ്റ്യൂട്ടറിക്ക് രണ്ട് ലോബുണ്ട്, ആൻറ്റീരിയർ ലോബ് ആൻഡ് പോസ്റ്റീരിയർ ലോബ്. ആൻറ്റീരിയർ ലോബ്, പോസ്റ്റീരിയർ ലോബ്. ആൻഡ് ഈച്ച് ലോബ് ഹാസ് സെപ്പറേറ്റ് ഹോർമോൺ. ഓരോ ലോബിനും സെപ്പറേറ്റ് ഹോർമോണാണ്. ആൻറ്റീരിയർ ലോബിലെ ഹോർമോൺസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ ആൻറ്റീരിയർ ലോബിലെ ഹോർമോൺസിന് ഒരു പേരുണ്ട്, ട്രോപ്പിക് ഹോർമോൺസ്. അതായത് ആൻറ്റീരിയർ ലോബിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു 4-5 ഹോർമോൺസിനെ ചേർത്ത് ആ ഗ്രൂപ്പ് ഓഫ് ഹോർമോൺസിന് പറയുന്ന പേരാണ് ട്രോപ്പിക് ഹോർമോൺസ്. Which are the tropic hormones produced by anterior lobe of the pituitary? ഏതൊക്കെയാണ് നോക്കൂ. ഫസ്റ്റ് വൺ TSH. ഏതാണ്? TSH. എന്താണ് അതിൻ്റെ പേര്? തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. സെക്കൻഡ് വൺ ACTH, അഡ്രീനോ കോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺ. GTH, gonadotropic hormone. Then somatotropin or STH, അത് ഗ്രോത്ത് ഹോർമോണാണ്. Then prolactin. So these are the different hormones produced by anterior lobe of the pituitary. ഏതൊക്കെയാണ്? TSH, ACTH, GTH, STH ആൻഡ് പ്രൊലാക്റ്റിൻ. ഇത് പ്രത്യേകിച്ച് പേര് എഴുതി പഠിക്കണം. ഏതാണ്? ട്രോപ്പിക് ഹോർമോൺസ് അല്ലെങ്കിൽ ആൻറ്റീരിയർ ലോബിലെ ഹോർമോൺസ് ഏതൊക്കെയാണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ നന്നായിട്ട് പേര് കൃത്യമായിട്ട് അതിൻ്റെ എക്സ്പാൻഷനൊക്കെ എഴുതി പഠിച്ചുകൊള്ളുക. അപ്പോൾ ദീസ് പിറ്റ്യൂട്ടറിയിലെ ആൻറ്റീരിയർ ലോബിലെ ഹോർമോൺസാണ് ഇതെല്ലാം. ഇനി ഇതിൽ തന്നെ നമ്മൾ പഠിച്ചൊരു ഗ്രോത്ത് ഹോർമോൺ, സൊമാറ്റോട്രോപ്പിൻ അല്ലെങ്കിൽ ഗ്രോത്ത് ഹോർമോൺ. ഈ ലെസണിൽ നമ്മൾ ആദ്യം തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ് അല്ലേ. അതായത് ജൈജാൻറ്റിസം, ഒരാൾ ഭയങ്കര പൊക്കവും ഒരു കുള്ളനും ഉള്ള പിക്ചറായിട്ടാണ് നമ്മൾ ആദ്യം തുടങ്ങിയത്. അപ്പോൾ ഇത് ഗ്രോത്ത് ഹോർമോൺ നമ്മുടെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ, അല്ലെങ്കിൽ ഗ്രോത്ത് ഓഫ് ദ ബോഡി ടേക്സ് പ്ലേസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ഹോർമോൺ. അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ദ ഹോർമോൺ റെസ്പോൺസിബിൾ ഫോർ ഗ്രോത്ത്. അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏത് ഹോർമോണാണ്? സൊമാറ്റോട്രോപ്പിൻ. പേര് മറക്കരുത്. ഗ്രോത്ത് ഹോർമോണിൻ്റെ പേര് ഏതാണ്? സൊമാറ്റോട്രോപ്പിൻ. ആൻഡ് if the production of somatotropin increases during growth phase, നമ്മളുടെ വളർച്ചാ ഘട്ടത്തിൽ ഈ ഗ്രോത്ത് ഹോർമോൺ അല്ലെങ്കിൽ സൊമാറ്റോട്രോപ്പിൻ കൂടുകയാണെങ്കിൽ ഇറ്റ് ലീഡ്സ് ടു ദ എക്സസീവ് ഗ്രോത്ത് ഓഫ് ദ ബോഡി. മനസ്സിലായി? ആൻഡ് ദിസ് കണ്ടീഷൻ ഈസ് കോൾഡ് ജൈജാൻറ്റിസം. അതാണ് ജൈജാൻറ്റിസം. അതായത് നമ്മുടെ വളർച്ചാ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ്റെ അളവ് കൂടിയാൽ, എക്സസീവായാൽ അതെന്തിന് കാരണമാകുന്നു?
ജൈജാൻറ്റിസത്തിന് കാരണമാകുന്നു. ഇനി ഇതേ ഹോർമോൺ തന്നെ ഗ്രോത്ത് ഫേസിൽ കുറഞ്ഞെന്നിരിക്കട്ടെ, കുറഞ്ഞു പോയാൽ ഡോർഫിസത്തിന് കാരണമാകും. അങ്ങനെയാണ് ഈ ജൈജാൻറ്റിസവും ഡോർഫിസവും വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഡോർഫിസം എന്താണ്? ഇഫ് ദ സൊമാറ്റോട്രോപിൻ decreases during the growth phase, it leads to dwarfism. If somatotropin is increases during growth phase, it leads to gigantism. അല്ലേ? ഗ്രോത്ത് ഫേസിൽ സൊമാറ്റോട്രോപ്പിൻ കൂടിയാൽ ജൈജാൻറ്റിസം, ഗ്രോത്ത് ഫേസിൽ സൊമാറ്റോട്രോപ്പിൻ കുറഞ്ഞാൽ ഡോർഫിസം. ഇനി വേറൊരു കണ്ടീഷൻ ഇവിടെ ഉണ്ട്. ഇനി നമ്മൾ അഡൾട്ടായി കഴിഞ്ഞു, ഗ്രോത്ത് സ്റ്റേജ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഗ്രോത്ത് സ്റ്റേജ് കഴിഞ്ഞിട്ട് വീണ്ടും ഈ സൊമാറ്റോട്രോപ്പിൻ്റെ അളവ് കൂടുകയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ മുഖത്ത് അല്ലെങ്കിൽ നമ്മുടെ ഫേഷ്യൽ ബോൺസ് അല്ലെങ്കിൽ ജോസിലെ ബോൺസ്, ഫിംഗേഴ്സിലെ ബോൺസിനൊക്കെ എക്സസീവ് അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് ഉണ്ടാകും. അപ്പോൾ നമ്മൾ നമ്മുടെ മുഖമൊക്കെ ഒരു വികൃതമായിട്ട് തോന്നും. ആൻഡ് ദിസ് കണ്ടീഷൻ ഈസ് കോൾഡ് അക്രോമെഗലെ. വാട്ട് ഈസ് അക്രോമെഗലെ? അതായത് ഇറ്റ് ഈസ് ദ കണ്ടീഷൻ കോസ്ഡ് ബൈ ദ എക്സസീവ് പ്രൊഡക്ഷൻ ഓഫ് സൊമാറ്റോട്രോപ്പിൻ ആഫ്റ്റർ ദ ഗ്രോത്ത് ഫേസ്. ഗ്രോത്ത് ഫേസ് കഴിഞ്ഞിട്ട്, അതായത് നമ്മൾ അഡൾട്ടായി കഴിഞ്ഞിട്ട് കൂടുതൽ സൊമാറ്റോട്രോപ്പിൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴുണ്ടാകുന്ന കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അക്രോമെഗലെ. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത? ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ ഗ്രോത്ത് ഓഫ് ബോൺസ് ഓഫ് ദ ഫേസ്, ജോസ് ആൻഡ് ദ ഫിംഗേഴ്സ്. അതായത് മുഖത്തും അതുപോലെ ഫിംഗേഴ്സിലും നമ്മുടെ ലോവർ ജോയിലും ഒക്കെ ഉള്ള ബോൺസിൻ്റെ ഗ്രോത്ത്. അപ്പോൾ അങ്ങനെ അതെല്ലാം ഒരു പ്രത്യേകമായിട്ട് വളരുമ്പോൾ നമ്മളുടെ മുഖത്ത് അല്ലെങ്കിൽ ഒരു അഗ്ലി ലുക്ക് ഉണ്ടാകും, അല്ലേ? ആൻഡ് ദിസ് കണ്ടീഷൻ ഈസ് നോൺ ആസ് അക്രോമെഗലെ. അപ്പോൾ ഗ്രോത്ത് ഹോർമോണിൻ്റെ 3 ഡിഫക്റ്റ് നമുക്ക് ഏതൊക്കെയാണെന്ന് മനസ്സിലായി. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഇത് എക്സാമിന് ചോദിക്കും. 3 ഡിഫക്ട്സ് ഏതൊക്കെയാണ്? ജൈജാൻറ്റിസം, ഡോർഫിസം ആൻഡ് അക്രോമെഗലെ. ജൈജാൻറ്റിസം എന്താണ്? ഗ്രോത്ത് ഫേസിൽ സൊമാറ്റോട്രോപ്പിൻ കൂടിയാൽ ജൈജാൻറ്റിസം, ഗ്രോത്ത് ഫേസിൽ സൊമാറ്റോട്രോപ്പിൻ കുറഞ്ഞു പോയാൽ ഡോർഫിസം. ഇനി ഗ്രോത്ത് ഫേസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം സൊമാറ്റോട്രോപ്പിൻ കൂടിയാൽ ഉണ്ടാകുന്ന കണ്ടീഷനാണ് അക്രോമെഗലെ. അപ്പോൾ അവിടെ എന്താണ്? ഫേഷ്യൽ ബോൺസ്, ജോയിലെ ബോൺസ്, അതിൻ്റെയൊക്കെ ഗ്രോത്ത് മനസ്സിലാക്കുക, ഒരു അഗ്ലി ലുക്ക് തരും. അതാണ്. അപ്പോൾ ഈ 3 ഡിസീസും അല്ലെങ്കിൽ ഒരു 3 ഡിസീസ് അതായത് ഒരു കണ്ടീഷനാണ്, ഒരു ഡിസോർഡറാണ്. അത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കുക. എക്സാമിന് ഇത് ചോദിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് ആരാണിത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പിറ്റ്യൂട്ടറി. സൊമാറ്റോട്രോപ്പിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പിറ്റ്യൂട്ടറി. അപ്പോൾ നമ്മുടെ വളർച്ചയെ കൺട്രോൾ ചെയ്യുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ്. ഓക്കെ. ദെൻ അനദർ ലോബ്, posterior lobe produces 2 hormones, that is they are oxytocin and vasopressin. Posterior lobe of the pituitary gland produces 2 hormones. They are oxytocin and vasopressin. Then what is the function of oxytocin? Oxytocin facilitates childbirth by contracting the smooth muscles in the uterine wall and also facilitates lactation. അതായത് ലാക്ടേഷന് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ ചൈൽഡ് ബർത്ത്, അതായത് ഡ്യൂറിങ് ഡെലിവറി സമയത്ത് മസിൽസ്, യൂട്രൈൻ വോൾ കോൺട്രാക്റ്റ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണാണ് ഓക്സിറ്റോക്സിൻ. അപ്പോൾ സാധാരണ ഡെലിവറി സമയത്ത് ഓക്സിറ്റോക്സിൻ ഇഞ്ചെക്റ്റ് ചെയ്യാറുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? സുഖമായിട്ടുള്ള ഡെലിവറിക്ക് വേണ്ടിയിട്ട്. മനസ്സിലായി? Then another hormone is vasopressin. Vasopressin helps in the reabsorption of water in the kidney and regulate the water level in the body. നമ്മളുടെ ബോഡിയിലെ വാട്ടർ ലെവല് മെയിൻറ്റെയിൻ ചെയ്യുന്നു, അല്ലേ?
നമുക്ക് വെള്ളം നമുക്ക് റെയിനി സീസണിൽ ചിലപ്പം വെള്ളം കൂടാനും അല്ലെങ്കിൽ സമ്മർ സീസണിൽ വെള്ളം ഒത്തിരി കുറഞ്ഞു പോകാനും ഒന്നും പോകാതെ നമ്മുടെ ബോഡിയിലെ വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോർമോൺ ആണ് വാസോപ്രസിൻ. ആൻഡ് ദിസ് ഹോർമോൺ ഈസ് ഓൾസോ നോൺ ആസ് ADH ഓർ ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ. മനസ്സിലായല്ലോ? വാസോപ്രസിന് വേറൊരു പേരൂടെ ഉണ്ട്. എന്താണ്? ADH ഓർ ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ. Name the hormone produced by posterior lobe of the pituitary. പെട്ടെന്ന് പറയൂ. ഓക്സിറ്റോക്സിൻ ആൻഡ് വാസോപ്രസിൻ. What is the other name of vasopressin? ADH or ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ. ഇനി എങ്ങനെയാണ് ഈ ADH അല്ലെങ്കിൽ വാസോപ്രസിൻ നമ്മളുടെ വാട്ടർ ലെവല് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റിലൊരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ നോക്കി ഒന്നുകൂടെ വ്യക്തമായിട്ട് നോക്കിയിരിക്കാം. ഹൗ ഡസ് വാസോപ്രസിൻ റെഗുലേറ്റ് ദ ലെവൽ ഓഫ് വാട്ടർ? വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മുടെ നോർമൽ ലെവൽ, ഇപ്പോൾ നമുക്ക് നോർമൽ ലെവലാണെന്നിരിക്കട്ടെ വാട്ടർ. ചില സമയങ്ങളിൽ വാട്ടർ ലെവൽ കൂടുന്നു. വെൻ ഇൻക്രീസസ്, വാട്ടർ ലെവൽ കൂടിയെന്നിരിക്കട്ടെ. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിച്ചു, അല്ലെങ്കിൽ നമ്മളധികം വിയർക്കുന്നില്ല. നല്ല റെയിനി സീസണിലൊക്കെ ആണെങ്കിൽ നമ്മളധികം വിയർക്കില്ല. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ വെള്ളം ഉണ്ടായിരിക്കും അല്ലേ? ആ സമയത്ത് വെൻ ദ വാട്ടർ ലെവൽ ഇൻക്രീസസ്, പ്രൊഡക്ഷൻ ഓഫ് വാസോപ്രസിൻ ഡിക്രീസസ്. അപ്പോൾ വെള്ളം നമ്മുടെ ശരീരത്തിൽ കൂടുതലുള്ള സമയത്ത് വാസോപ്രസിൻ്റെ അളവ് കുറവായിരിക്കും. ആൻഡ് ഡിക്രീസ് ദ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഫ്രം ദ കിഡ്നി. കിഡ്നിയിൽ നിന്ന് വാട്ടർ റീഅബ്സോർബ് ചെയ്യുന്ന അളവ് കുറയും അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുന്നു. മനസ്സിലായോ? ആൻഡ് റേസസ് ദ ക്വാണ്ടിറ്റി ഓഫ് യൂറിൻ. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടുന്നു. യൂറിൻ, വെള്ളത്തിൻ്റെ അളവ് മീൻസ് യൂറിൻ്റെ അളവ് കൂടും. അപ്പോൾ റെയിനി സീസൺ അതുകൊണ്ടാണ് നമ്മൾ കൂടെ യൂറിനേറ്റ് ചെയ്യുകയും കൂടുതൽ യൂറിൻ പോവുകയും ചെയ്യുന്നത്. ഇനി നോക്കൂ, തിരിച്ച് നോക്കൂ. വെൻ ദ ലെവൽ ഓഫ് വാട്ടർ ഡിക്രീസസ്, നമ്മളെ വാട്ടർ വെള്ളം ശരീരത്തിൽ നമ്മൾ ഒരുപാട് വിയർത്തു. സമ്മർ സീസണിലൊക്കെ ഒരുപാട് വിയർക്കുന്നു. അപ്പോൾ നമുക്ക് തന്നെ വെള്ളം ശരീരത്തിലൊട്ടുമില്ലാതെ വരും. അപ്പോൾ ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? വെള്ളത്തിൻ്റെ അളവ് കുറയുമ്പോൾ ഉടൻ തന്നെ ആരുടെ എമൗണ്ട് കൂടും? പ്രൊഡക്ഷൻ ഓഫ് വാസോപ്രസിൻ ഇൻക്രീസസ്. വാസോപ്രസിൻ്റെ അളവ് കൂടുന്നു. അപ്പോൾ വാസോപ്രസിൻ്റെ അളവ് കൂടുമ്പോൾ ഇൻക്രീസസ് ദ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഇൻ ദ കിഡ്നി. കിഡ്നിയിൽ നിന്ന് വാട്ടർ അബ്സോർബ് ചെയ്യുന്നു. മനസ്സിലായോ? ഇൻക്രീസസ് ദ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഇൻ ദ കിഡ്നി ആൻഡ് ലോവേഴ്സ് ദ ക്വാണ്ടിറ്റി ഓഫ് യൂറിൻ. അപ്പോൾ യൂറിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യും. സോ ഇൻ ദിസ് വേ ദിസ് ഹോർമോൺ മെയിൻറ്റെയിൻസ് ദ ലെവൽ ഓഫ് വാട്ടർ ഇൻ അവർ ബോഡി. മനസ്സിലായല്ലോ? ഒന്നുകൂടെ പറയാം. പരീക്ഷയ്ക്ക് ഇൻക്രീസ് ഡിക്രീസ് എന്നൊരു വാക്ക് മാത്രം എഴുതിയാൽ മതിയാവും. അതിനാണ് ഓരോ മാർക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഇൻക്രീസും ഡിക്രീസും നന്നായി മനസ്സിലാക്കുക. ഇൻക്രീസ് എന്നതിന് പകരം ഡിക്രീസ് ആവുകയോ ഡിക്രീസ് എന്നതിന് പകരം ഇൻക്രീസ് ആവുകയോ ചെയ്താൽ നമുക്കൊരു മാർക്ക് പോലും കിട്ടില്ല. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കൂ. ഒന്നുകൂടെ ഞാൻ പറയാം. അപ്പോൾ നമ്മുടെ വാട്ടർ ലെവൽ കൂടുമ്പോൾ, അതായത് വെൻ ദ ലെവൽ ഓഫ് വാട്ടർ ഇൻക്രീസസ്, അപ്പോൾ പ്രൊഡക്ഷൻ ഓഫ് വാസോപ്രസിൻ ഡിക്രീസസ്. മനസ്സിലായി? പ്രൊഡക്ഷൻ ഓഫ് വാസോപ്രസിൻ decreases and decreases the reabsorption of water in the kidney. So the level of urine അല്ലെങ്കിൽ quantity of urine increases. Then when the level of water decreases, production of vasopressin increases. മനസ്സിലായല്ലോ? വെള്ളത്തിൻ്റെ അളവ് കുറയുമ്പോൾ വാസോപ്രസിൻ്റെ അളവ് കൂടുകയും increases the reabsorption of water in the kidney and lowers the quantity of urine. So in this way vasopressin or ADH regulate the amount of water in our body.
ആൻഡ് വെൻ ഈ വാസോപ്രസിൻ്റെ അളവ് ഉൽപ്പാദനം കുറയുമ്പോൾ, അതായത് വാസോപ്രസിൻ്റെ ഉൽപ്പാദനം ചില സമയത്ത് കുറയുകയാണെങ്കിൽ റീഅബ്സോർപ്ഷൻ കുറയുകയും കൂടിയ അളവിൽ, അപ്പോൾ റീഅബ്സോർപ്ഷൻ കുറഞ്ഞാൽ എന്ത് പറ്റും? കൂടുതൽ യൂറിൻ പുറത്തേക്ക് പോകുന്നു. ആൻഡ് ദിസ് കണ്ടീഷൻ ഈസ് നോൺ ആസ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. ഡയബറ്റീസ് ഇൻസിപ്പിഡസിൻ്റെ ലക്ഷണം എന്താണ്? സിംറ്റം ഫ്രീക്വൻറ്റ് യൂറിനേഷൻ ആൻഡ് ഇൻക്രീസ്ഡ് ടേസ്റ്റ്. കൂടെ യൂറിനേറ്റ് ചെയ്യുക, അതുപോലെ ദാഹം ഉണ്ടാകുക. ഇതാണ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. നമ്മൾ വേറൊരു ഡയബറ്റീസ് പഠിച്ചല്ലോ, അതേതാണ്? ഡയബറ്റീസ് മെലിറ്റസ്. അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കരുത്. ഡയബറ്റീസ് മെലിറ്റസ്, അത് ഡയബറ്റീസ് മെലിറ്റസ് എന്താണ്? ഇൻസുലിൻ്റെ കുറവ് കൊണ്ട് നമ്മളുടെ ബോഡിയിൽ നമുക്കുണ്ടാകുന്ന പ്രശ്നമാണ് ഡയബറ്റീസ് മെലിറ്റസ്, അല്ലേ? ഇനി ഇൻസിപ്പിഡസ് എന്താണ്? ഡയബറ്റീസ് ഇൻസിപ്പിഡസ് excess amount of urine is eliminated when the reabsorption of water in the kidney decreases due to the production of vasopressin decreases. അതായത് വാസോപ്രസിൻ്റെ ഉൽപ്പാദനം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കുറയുമ്പോൾ കൂടുതൽ യൂറിൻ പുറത്തേക്ക് പോകുന്നു. അതെന്താണ് അങ്ങനെ പോകാൻ കാരണം? റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഇൻ ദ കിഡ്നി ഡിക്രീസസ്. മനസ്സിലായോ? വാട്ടർ കിഡ്നി റീഅബ്സോർബ് ചെയ്യുന്നത് കുറയും, അപ്പോൾ കൂടുതൽ യൂറിൻ പുറത്ത് എലിമിനേറ്റ് ചെയ്യുന്നു. ആൻഡ് ദിസ് കണ്ടീഷൻ ഈസ് നോൺ ആസ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. വാട്ട് ആർ ദ സിംറ്റംസ്? ഫ്രീക്വൻറ്റ് യൂറിനേഷൻ ആൻഡ് ഇൻക്രീസ്ഡ് തെസ്റ്റ്. അപ്പോൾ ഇതിനകത്ത് ഗ്ലൂക്കോസ് ഒന്നും കാണില്ല, മനസ്സിലായില്ല? ഈ യൂറിൻ കൂടുതൽ പോകുന്നതേ ഉള്ളൂ. അത് ടെസ്റ്റ് ചെയ്താൽ ഈ ഗ്ലൂക്കോസ് കാണില്ല. പക്ഷേ ഡയബറ്റീസ് മെലിറ്റസ് ആണെങ്കിലോ അതിനകത്ത് നമ്മൾ യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഗ്ലൂക്കോസ് കാണും. മനസ്സിലായോ? ഓക്കെ. സോ യു ഷുഡ് റൈറ്റ് വാട്ട് ഈസ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ് ആൻഡ് റൈറ്റ് ദ സിംറ്റംസും ആൻഡ് ഡ്രോ ദിസ് ഫ്ലോ ചാർട്ട്. ഈ ഫ്ലോ ചാർട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് സയൻസ് ഡയറി വരയ്ക്കണം. ആൻറ്റീരിയർ ലോബിലെ ഹോർമോൺസ് ഏതൊക്കെയാണ്, പോസ്റ്റീരിയർ ലോബിലെ ഹോർമോൺസ് ഏതൊക്കെയാണ്, ആൻഡ് ദ ഫങ്ഷൻസ്. റൈറ്റ് ദ ഫങ്ഷൻസ് ഓഫ് ഈച്ച് വൺ. ആൻഡ് ഓൾസോ യു ഷുഡ് റൈറ്റ് ദ നെയിം ഓഫ് tropic hormones. Okay, these are the tropic hormones. Then what is gigantism, dwarfism and acromegaly? And write all these question answers in your science diary and learn the answers. Okay, thank you.